സ്നേഹിച്ച ഒറ്റ കാരണത്തിന് കാമുകനെ കഷായത്തിൽ വിഷം കലർത്തിക്കൊടുത്ത് കൊലപ്പെടുത്തിയ ഗ്രീഷ്മയോടുള്ള കലി ഇപ്പോഴും മലയാളികൾക്ക് തീർന്നിട്ടില്ല. കരൾ പങ്കിട്ട് നൽകിയ കാമുകൻ്റെ കരൾ പോലും അഴുകിപ്പോവും തരത്തിൽ കൊടും വിഷം കുടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത്. 11 ദിവസത്തോളം നരകതുല്യമായ വേദനയനുഭവിച്ചാണ് ഷാരോൺ മരണത്തിന് കീഴടങ്ങിയത്. ഷാരോണിൻ്റെ ആന്തരിക അവയവങ്ങളെല്ലാം തകർന്നിരുന്നു. കുടൽ ഉൾപ്പെടെ എല്ലാം അഴുകിപ്പോയിരുന്നു. ആശുപത്രി കിടക്കയിൽ കിടന്ന അത്രയും ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ശ്വാസകോശം ഓക്സിജൻ കയറാൻ കഴിയാത്ത വിധത്തിലെത്തിയെന്നും ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ചുണ്ടുമുതൽ മലദ്വാരം വരെ വെന്തുരുകി. ലൈംഗികാവയവത്തിലൂടെ വരെയും രക്തം വരികയും കഠിനമായ വേദന അനുഭവിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു. വധശിക്ഷയിൽ കുറഞ്ഞ് ഒരു ശിക്ഷയും ഗ്രീഷ്മയ്ക്ക് കിട്ടരുതെന്നായിരുന്നു പൊതുസമൂഹം മുഴുവൻ ആഗ്രഹിച്ചിരുന്നത്. പണം ഞങ്ങൾ തരും. ഷാരോൺ പ്രണയത്തിന്റെ ഇരയാണെന്ന് കോടതിയും വ്യക്തമാക്കി. വധശിക്ഷ നൽകിക്കൊണ്ടുള്ള കോടതിയുടെ തീരുമാനത്തെ ഇരു കൈയും നീട്ടിയാണ് മലയാളികൾ സ്വീകരിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ അതിൻ്റെ സന്തോഷം അലയടിച്ചിരുന്നു. വധശിക്ഷയിൽ നിന്നും ഗ്രീഷ്മ ഊരിപ്പോരുമോ എന്ന ആശങ്ക പ്രകടിപ്പിക്കുമ്പോഴും കോടതിയുടെ നീതിയുക്തമായ തീരുമാനത്തെ എല്ലാവരും സല്യൂട്ടടിച്ചു. രൂക്ഷമായ ഭാഷയിലാണ് മലയാളികൾ ഗ്രീഷ്മയെ വിമർശിക്കുന്നത്. മനുഷ്യരൂപം പൂണ്ട പൈശാചിക ജന്മമെന്നാണ് പലരും ഗ്രീഷ്മയെ വിമർശിച്ചത്. പലരും ട്രോളുകളായും സംഭവത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ജയിലിൽ ഗ്രീഷ്മയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വേറെ എവിടെ ഡ്യൂട്ടി കൊടുത്താലും ജയിലിലെ അടുക്കളയിൽ മാത്രം കൊടുക്കരുതെന്ന പോസ്റ്റുകളും വന്നിട്ടുണ്ട്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.